യോഫിൻ, അന്ന് നമ്മളെ ഞെട്ടിപ്പിച്ചൊരു വാർത്തയായിരുന്നു ഈ ഫ്ളാറ്റിലെ കൊലപാതകം. പണത്തിന് വേണ്ടിയിട്ട് സുഹൃത്തായ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്, രണ്ടുപേർ ചേർന്ന്. ഇപ്പോൾ ഈ മുഖ്യപ്രതിയായ ഗിരീഷ് ബാബുവിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. ഇയാളുടെ രാഷ്ട്രീയ ചിന്തകൾ പുറത്തേക്ക് വരുന്നു. ഇയാൾ സംഘപരിവാറിൻ്റെ ഒരു പ്രാദേശികമായി വളരെ പ്രധാനപ്പെട്ട നേതാവാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പ്രധാനപ്പെട്ട BJP നേതാക്കളും ഒക്കെയായി അടുപ്പമുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. മനു, തീർച്ചയായും. അതായത് അദ്ദേഹത്തിന് ഈ മുഖ്യപ്രതിയായ ഗിരീഷ് ബാബുവിന് പ്രമുഖ BJP നേതാക്കളോട് അടുപ്പമുണ്ടെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോട്ടോകളാണ് പുറത്തു വരുന്നത്. ഇയാൾ തന്നെ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ചിത്രങ്ങളാണ്. പ്രമുഖ നേതാക്കളായ പ്രകാശ് ബാബു, അൽഫോൻസ് കണ്ണന്താനം തുടങ്ങിയവരൊക്കെ ഉൾപ്പെടെ B ഗോപാലകൃഷ്ണൻ ഇവർക്കെല്ലാം ഒപ്പമുള്ള നിരവധി ചിത്രങ്ങൾ ഇയാൾ പങ്കുവച്ചിരുന്നു. തന്നെയുമല്ല, ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട എന്ത് പരിപാടികൾ നടന്നാലും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, ഇയാൾ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ, മറ്റ് നേതാക്കൾക്കൊപ്പമുള്ള പ്രാദേശിക നേതാക്കൾ മുതൽ ഒരുപക്ഷെ ദേശീയ നേതാക്കൾ വരെ ആരെങ്കിലും കൊച്ചിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം എടുത്ത ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ഒരു പതിവ് ഇയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാദേശിക തലത്തിൽ തന്നെ സംഘപരിവാറിൻ്റെ ഒരു പ്രധാന നേതാവെന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. തന്നെയുമല്ല, ഈ കഴിഞ്ഞ കളമശ്ശേരിയിൽ നഗരസഭയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇയാൾ 16-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി BJPയുടെ സ്ഥാനാർത്ഥിയായി പത്രിക നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഈ കോൺഗ്രസുമായുള്ള ഒരു ധാരണയുടെ പേരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ പത്രിക പിൻവലിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധം അല്ലെങ്കിൽ ഇയാൾ ആരായിരുന്നു എന്നത് കാര്യം കഴിഞ്ഞ ദിവസം വരെ പുറത്തറിഞ്ഞിരുന്നില്ല. തിങ്കളാഴ്ച പ്രതി പിടിയിലായ ശേഷം, അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് പ്രതി പിടിയിലാകുന്നത്, തിങ്കളാഴ്ചയാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഇയാളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷമാണ് ഈ പ്രതിയെ നാട്ടുകാർ തിരിച്ചറിയുന്നത്. പിന്നീടാണ് ഈ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. ഇയാൾ നേരത്തെ തന്നെ ഇയാളുടെ ഫേസ്ബുക്കിലൂടെ ഇത്തരം ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. വളരെ ക്രൂരമായ കൊലപാതകമാണ് ഇയാൾ ആസൂത്രണം ചെയ്തത്. കൊല്ലപ്പെട്ട ജെയ്സി എബ്രഹാമിൻ്റെ പണവും സ്വർണവും തട്ടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇയാളുടെ പെൺസുഹൃത്ത് കൂടി ഉൾപ്പെട്ട് ഇരുവരും ചേർന്ന് ഗൂഢാലോചന നടത്തി ഈ കൊലപാതകം നടത്തിയത്. ഖദീജ എന്ന പെൺസുഹൃത്തും അറസ്റ്റിലാണ്. കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. വൈകാതെ ഇവരുടെ ഈ ഫ്ളാറ്റിലെത്തിച്ച് ഇവരുടെ തെളിവെടുപ്പും നടക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ 17-ാം തീയതി, അതായത് ഈ നവംബർ 17-ാം തീയതി രാത്രിയാണ് ഈ ജെയ്സി എബ്രഹാമിനെ ഫ്ളാറ്റിലെ ശുചിമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തുന്നത്. ഇവരുടെ മകൾ അമ്മയെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പിന്നീട് പോലീസ് എത്തി ഫ്ളാറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇവർ കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയത്. അതിക്രൂരമായ കൊലപാതകമായിരുന്നു. മുഖത്ത് പരിക്കേൽപ്പിച്ചിരുന്നു. വലിയ ഒരു ഇരുമ്പ് വസ്തു കൊണ്ട്, അത് ഡമ്പലാണെന്ന് പറയുന്നു, അത്തരത്തിലൊരു വസ്തു കൊണ്ട് തലക്കടിച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. അങ്ങനെ ക്രൂരമായ കൊലപാതകം. ഈ ജെയ്സി എബ്രഹാമിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ടായിരുന്നു. അതിനാൽ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ ഇവർ ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ടാകാം. ഈ പണവും സ്വർണവുമെല്ലാം ഫ്ളാറ്റിലുണ്ടാകാമെന്ന ഒരു ധാരണയിലാണ്, അല്ലെങ്കിൽ അതെല്ലാം തട്ടിയെടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ കൊലപാതകം നടത്തിയത്. പക്ഷേ അത്തരത്തിൽ ഇവർക്ക് കാര്യമായി പണമോ സ്വർണമോ തട്ടിയെടുക്കാൻ കഴിഞ്ഞുമില്ല. വളരെ ക്രൂരമായ കൊലപാതകം നടത്തി. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം, ഇയാൾ സംഘപരിവാറിൻ്റെ പ്രാദേശിക നേതാവാണ് കളമശ്ശേരി ഭാഗത്തെ. തന്നെയുമല്ല, സംഘപരിവാർ നടത്തുന്ന എല്ലാ പരിപാടികളിലും, ചെറിയ പരിപാടികളിൽ പോലും ഇയാളുടെ സാന്നിധ്യമുണ്ട്. പ്രചാരണ രംഗത്ത് പ്രവർത്തിക്കുന്നു. പൊതുവെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരോട് ഇയാൾക്ക് വലിയ എതിർപ്പുമുണ്ട്. അത്തരത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു നോട്ടീസ് പോലും ഇയാളുടെ വീട്ടിലിടാൻ അനുവദിക്കാറില്ല എന്ന് നാട്ടിലുള്ളവർ പറയുന്നുണ്ട്. അത്രയും ഒരു തീവ്രമായ സംഘപരിവാർ വാദിയാണ് ഇയാൾ. അങ്ങനെയുള്ളൊരു പ്രാദേശിക നേതാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മനു.